1990കളുടെ അവസാനം മുതൽ 2010കളുടെ തുടക്കം വരെ ജനിച്ച തലമുറ. അവർ സംസാരിക്കുന്നത് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഭാഷ. നിഘണ്ടുവിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന വാക്കുകൾ. ഡെഡ്ലു, റിസ്ക്, നോ ക്യാപ്, പൂക്കി, സ്കിബിഡി തുടങ്ങിയ വാക്കുകൾ ചുരുങ്ങിയ നാൾ കൊണ്ടാണ് നമ്മളൊക്കെ കേട്ടു തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും മീമുകളുടെയും ലോകത്ത് വളർന്നു വന്ന ജനറേഷൻ സി, അതായത് ജെൻസി എന്ന ഡിജിറ്റൽ യുഗത്തിന്റെ മക്കൾ സ്വന്തമായി മെനഞ്ഞെടുത്ത ഭാഷാ കോഡുകളാണിവ. പഴയ തലമുറയ്ക്ക് ഒരു ബിഗ് യാക്സ് ഫീൽ ചെയ്തേക്കാം, പക്ഷെ ഈ വാക്കുകളിലാണ് അവരുടെ ചിന്തയും തമാശയും ലോകവീക്ഷണവും ഒളിഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയകളുടെയും ഒപ്പം വളർന്നു വന്ന ജെൻസി ഇന്റർനെറ്റ് ഉപയോഗിച്ച് സ്വന്തമായി ഒരു കോഡ് ഭാഷ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ പതിവാണ്. ഒരു വാക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ സ്ലാങ് ഇന്ന് നമ്മുടെ സംഭാഷണങ്ങളുടെയും ട്രെൻഡുകളുടെയും അടക്കി ഭരിക്കുന്നു. പ്രണയബന്ധങ്ങളെക്കുറിച്ചും ഡേറ്റിങ്ങിനെ കുറിച്ചുമുള്ള പഴയ ചിട്ടാവട്ടങ്ങളെയല്ല ജെൻസി യുവതലമുറ പുതിയ വാക്കുകളിലൂടെയും ശൈലികളിലൂടെയും പൊളിച്ചെഴുതുകയാണ്. സോഷ്യൽ മീഡിയകളുടെയും ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷന്റെ ഈ ലോകത്ത് ബന്ധങ്ങളിലെ ഓരോ സൂക്ഷ്മമായ വികാരങ്ങൾക്കും ഇന്ന് അവർ പുതിയ പേരുകളും പദങ്ങളും നൽകുന്നത് പതിവാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ സ്വാധീനത്തിൽ രൂപപ്പെട്ട ജെൻസിയുടെ നിഘണ്ടുവിലെ രസകരവും എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ ചില സ്ലാങ്ങുകൾ ഒന്ന് നോക്കിയാലോ. ജെൻസി യുവതലമുറയുടെ പ്രണയബന്ധങ്ങളെയും ഡേറ്റിങ്ങിനെയും നിർവചിക്കാനായി പുതിയൊരു കോഡ് ഭാഷ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. സിറ്റുവേഷൻഷിപ്പ് എന്ന പേരിൽ കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതെ ബന്ധങ്ങളിൽ തുടരുന്നവർ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അപ്രത്യക്ഷമാക്കുന്നതിന് ഗോസ്റ്റിംഗ് എന്നും പിന്നീട് യാതൊരു വിശദീകരണവും ഇല്ലാതെ തിരിച്ചു വരുന്നതിന് സോംബിംഗ് എന്നും പറയുന്നു. വലിയ പ്രതിബദ്ധതയില്ലാതെ പ്രതീക്ഷയുടെ ചെറിയ സൂചനകൾ മാത്രം നൽകി മറ്റൊരാളുടെ കൂടെ നിർത്തുന്ന രീതിയെ ബ്രെഡ് ക്രംബിംഗ് എന്നും, നേരിട്ട് സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം പിന്തുടരുന്നതിന് ഓർബിറ്റിംഗ് എന്നും വിളിക്കുന്നു. പുതിയ ബന്ധം പതുക്കെ ആളുകളെ അറിയിക്കുന്നതിന് സോഫ്റ്റ് ലോഞ്ചിങ് എന്ന രസകരമായ ശൈലി ഉപയോഗിക്കുന്നു. എന്നാൽ ബന്ധത്തിന്റെ തുടക്കത്തിൽ അമിതമായ സ്നേഹം പ്രകടിപ്പിച്ച് പിന്നീട് ചൂഷണം ചെയ്യുന്നതിന് ലവ് ബോംബിംഗ് എന്നും പറയുന്നു. ഇപ്പോൾ ഈ വാക്കുകളൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ടെങ്കിലും പ്രണയബന്ധങ്ങളിലെ പുതിയൊരു വേർഡും തരംഗമാവുകയാണ്. ത്രോണിംഗ്, സിംഹാസനം എന്നർത്ഥം വരുന്ന ഈ വാക്കുപോലെ തന്നെ സ്വന്തം പാർട്ട്ണറെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കലാണ് പരിപാടി. പ്രണയത്തെക്കാൾ ഉപരി സ്വന്തം സാമൂഹിക നിലയും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണിത്. ഒരു പങ്കാളിയെ സ്നേഹിക്കുന്നതിന് പകരം അവരെ ഒരു സ്റ്റാറ്റസ് സിംബലായി കാണുന്ന പ്രവണത. അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമോ വലിയ സ്വാധീനമോ കാഴ്ചയിൽ ഉയർന്ന ആകർഷണീയതയോ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മതിപ്പ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അയാളുടെ സൗന്ദര്യം, പോപ്പുലാരിറ്റി, എക്കണോമിക്കൽ സ്റ്റാറ്റസ്, പങ്കാളിയുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ, അങ്ങനെ അവരെക്കുറിച്ച് പൊക്കിപ്പറഞ്ഞ് രാജാവിനെ പോലെ അവരെ ഒരു സിംഹാസനത്തിലിരുത്തുന്നു. പക്ഷേ അത് അവർക്കുള്ള ബഹുമാനത്തെക്കാൾ ഉപരി അവരെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനാണ്. ലളിതമായി പറഞ്ഞാൽ ക്ലൗഡ് ചേസിംഗ് അഥവാ ഗോൾഡ് ഡിംഗ്ലിംഗ് പോലുള്ള പഴയ തന്ത്രങ്ങളുടെ ഒരു ന്യൂജൻ രൂപം. ഇവിടെ പണത്തേക്കാൾ പ്രാധാന്യം സമൂഹത്തിലെ അംഗീകാരത്തിനും ശ്രദ്ധയ്ക്കുമാണ്. പേഴ്സണൽ സ്പേസിൽ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ ഇക്കൂട്ടർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഇവർ സ്നേഹം വാരിക്കോരി കൊടുക്കും. പങ്കാളിയെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫ്ലോണ്ട് ചെയ്യുക, അവരുടെ സ്റ്റാറ്റസ് ഉപയോഗിച്ച് അവന്റെ ജീവിതം ആഡംബരമുള്ളതായി കാണിക്കുക. ഈ ബന്ധങ്ങളിൽ ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾക്കോ വൈകാരിക അടുപ്പത്തിനോ സ്ഥാനമുണ്ടായിരിക്കില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കാളിയെ അറിയുന്നതിനേക്കാൾ അവരുടെ റീച്ച് അല്ലെങ്കിൽ ഇമേജ് ആണ് ത്രോൺ ചെയ്യുന്ന വ്യക്തിക്ക് പ്രധാനം. ഒരു വ്യക്തി എന്ന നിലയിൽ പങ്കാളിയെ അറിയുന്നതിനേക്കാൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉപയോഗിച്ച് സ്വയം ഒരു സിംഹാസനം പണിയാൻ ശ്രമിക്കുന്ന ഈ രീതി യഥാർത്ഥ ബന്ധങ്ങളുടെ ആധികാരികതയെ വൈകാരികമായ ആഴത്തെയും ഇല്ലാതാക്കുന്നു. ത്രോണിംഗ് പോലുള്ള പ്രവണതകൾ താൽക്കാലികമായ ആത്മവിശ്വാസം മാത്രമാണ്. കാലക്രമേണ പരസ്പര ബഹുമാനം, സ്നേഹം ഇല്ലാത്ത ഇത്തരം ബന്ധങ്ങൾ തകരുകയും ഉപയോഗിക്കുന്നു എന്ന തോന്നൽ മാനസികമായി മുറിവേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ന്യൂജൻ ഡേറ്റിംഗിന്റെ ലോകത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പങ്കാളിയുടെ പദവിയാണോ അതോ പൊരുത്തത്തിനാണോ നമ്മുടെ പ്രാധാന്യം? ഒരു നല്ല ബന്ധത്തിന്റെ യഥാർത്ഥ ക്ലൗഡ് ഉണ്ട് പുറം ലോകത്തിന് കാണിക്കാനുള്ള പ്രശസ്തിയിലല്ല, മറിച്ച് പരസ്പരം താങ്ങും തണലുമാകുന്ന ആഴത്തിലുള്ള ആത്മാർത്ഥതയിലാണ്. ജെൻസി യുവതലമുറ ബന്ധങ്ങളെ കൂടുതൽ പ്രായോഗികമായി യാഥാർത്ഥ്യ ബോധത്തോടെയും സമീപിക്കുന്നതിൻ്റെയും സ്വന്തം മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെയും സൂചനകളാണ് ഈ വാക്കുകളൊക്കെ.